എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീൻ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ എണീക്കാൻ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് സ്കിൻ കെയറും പല്ലത്തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് സ്ക്രബാണിത്. അപ്പോൾ ഇത് വന്നിട്ട് ലൂക്സി ബ്രാൻഡിൻ്റെയാണ്. നമ്മളിത് ഫേസിൽ നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ക്രബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്ക്രബിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പല്ലത്തേപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ സ്കിൻ കെയർ ചെയ്യാനായിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ട് നമ്മളൊരു ജീവിതത്തിലെ കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുമല്ലോ. ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ എല്ലാതും ചെയ്യും. ഫസ്റ്റ് തന്നെ ഞാൻ ടോണർ അപ്ലൈ ചെയ്തു. പ്ലമ്മിൻ്റെയാണ്, അത്യാവശ്യം നല്ല ടോണറാണ് ഇത്. പിന്നെ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ഹിമാലയയുടെ ഒരു സ്കിൻ ക്രീമാണ്. പക്ഷേ ഇത് കുറച്ച് ഓയിലി ആയിട്ട് തോന്നി എനിക്ക്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഇത് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്പിൽ വാസ്ലൈൻ കൂടി അപ്ലൈ ചെയ്താൽ നമ്മളെ സ്കിൻ കെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കിച്ചണിലോട്ട് പ്രവേശിക്കാൻ. എന്നിട്ട് വേണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും. പക്ഷെ വന്ന പാടെ ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് ഇക്ക ഇന്നലെ കൊടുത്തിട്ടില്ല ഒമാൻ ചിപ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ചിപ്സാണ്. അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആക്കാറ് കേട്ടോ. ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യണത് അപ്പം ചമ്മന്തിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്കുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സവാളയും ഒരു തക്കാളിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ സവാളയും തക്കാളിയും അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ കാണാം. ഞാൻ തക്കാളി ഫ്രിഡ്ജിലാണ് വെക്കുക. അതുകൊണ്ട് അതിൻ്റെ തൊലി ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞ കായ് ചോരക്കളിയായി. പിന്നെ അങ്ങനെ കുറച്ച് ചോരയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നിന്നു. ഞാൻ ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. നമ്മളെ നാട്ടിൽ കലക്കി പാറുന്ന അപ്പം എന്ന് പറയും. പിന്നെ ചിലയിടത്ത് സീ അപ്പം എന്ന് പറയും. ഈ ഒരു അപ്പം നമ്മൾ ചുടുമ്പോൾ ഷീ എന്നുള്ളൊരു സൗണ്ട് വെക്കും. അതുകൊണ്ട് സീ അപ്പം എന്നാണ് ചിലയിടത്ത് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അത് കമൻറ്റ് ചെയ്യുക. നമ്മൾ പൊടി ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടാൽ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അപ്പം പരിപാടി അപ്പം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഓവറായിട്ട് വാടൊന്നും വേണ്ടിട്ട് നമ്മളിത് എന്തായാലും മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഊണി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തക്കാളി വാടി കിട്ടും. അങ്ങനെ തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മളെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറ്റൽ മുളകില്ലേ അതിട്ടിട്ട് നമ്മൾ ഈ മുളക് പൊടിയും അതും നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സിയിൽ നമ്മൾ തേങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി തേങ്ങ ഇട്ടാലും വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളത്. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിച്ച് ഞാൻ റൂമിൽ പോയപ്പോൾ എറുമ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഒന്ന് പല്ല് തേപ്പിച്ചൊന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. പല്ല് തേപ്പ് അതുപോലെ തന്നെ കുളിക്കുക, ഇതൊക്കെ എൻ്റെ കുട്ടിക്ക് പറഞ്ഞാൽ അവളെ കൊല്ലണേന് തുല്യമാണ്. കരഞ്ഞു പൊളിക്കും. അതായത് ആ ഒരു സംഭവം കഴിയുന്നവരെ കഴിച്ചിലായിരിക്കും. നിങ്ങൾക്ക് കാണാം ഈ
ഈ വീഡിയോയിൽ. ഈ ഒരു പല്ല് തേപ്പ് കഴിയുന്ന വരെ അവൾ കരഞ്ഞിട്ടുണ്ടാവും. പല്ല് തേക്കാനേ വരുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ മിഠായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ട് കൊടുത്തായിരുന്നു. പക്ഷേ അവൾ തേക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ സ്വഭാവം മാറി, കരയുന്നതായിരുന്നു. അപ്പോൾ ഇക്ക ഒരു 8:45 ആകുമ്പോഴത്തേന് എണീക്കട്ടും. അങ്ങനെ ഇക്ക ഫ്രഷ് ആവുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കുന്നത്, കാരണം നമ്മൾ പാൽപ്പൊടി കഴിഞ്ഞു ഗൈസ്. ഇന്നലെ ഐറോസ് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അങ്ങനെ എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ അവൾ എണീറ്റ് കരച്ചിലും വീഴ്ചയിലൊക്കെ ആകുമ്പോൾ എൻ്റെ ഉറക്കം ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇക്ക പറയുന്നത് ചെയ്യും, ആഴ്ചയിൽ ഒരിക്കലും എൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ ഞാൻ വിൻഡോ തുറന്ന് നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈൻ്റെ വ്യൂ കണ്ടിട്ടോ. അപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബെഡ് മേക്ക് ചെയ്യാനായിട്ട് നിന്നു. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ബെഡ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്ന ഒരാളാണ്. ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഭ്രാന്ത് നല്ലതാണോ വെച്ചാൽ നല്ലതാണ്, നീറ്റായിട്ടെല്ലാം കിടക്കും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ ഭ്രാന്ത് പണിയെടുത്തിട്ട് അങ്ങനെ. ഇപ്പോൾ ഐറൂസിന് അവളുടെ പാത്രത്തിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നേരമായപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലിട്ട് പോകാറായി. പോട്ടെ ഈ ഒരു അപ്പം ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നൈസായിട്ടുള്ള അപ്പം ആയതുകൊണ്ട് എത്ര വെച്ചാലും പൂതി മാറില്ല. സൂപ്പർ. മയ്യാക്ക് യമ്മി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളൊരു മോർണിംഗ് റുട്ടീന്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. എന്തേതിന് എന്തേത് എന്താണത്? ബട്ടർഫ്ലൈ. ഓ മൈ ഗോഡ്, സൂപ്പർ ആയിക്കണം കേട്ടോ. മേസാരി ഇത് സിക്കിഫ് പിന്നെ അപ്പച്ചി കഴിഞ്ഞോ? നോക്കട്ടെ. വൗ, യുറേക്ക, സൂപ്പർ ആയിക്കണം കേട്ടോ.